ഹായ്, ഞാൻ വിമൽ രാജ്, രാഹുൽ കൺസ്ട്രക്ഷൻ്റെ ഡയറക്ടറാണ്. തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരിയിലാണ് നമ്മൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. മെയിൻലി ഞങ്ങളുടെ ഒരു ഓപ്പറേഷൻ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ തന്നെയാണ്. സോ ഈ കാണുന്ന റവേ കാസ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത് കൺസ്ട്രക്ട് ചെയ്ത നമ്മുടെ തന്നെ ഒരു പ്രോപ്പർട്ടിയാണ്. റവേ കാസ ആക്ച്വലി ഒരു സ്പാനിഷ് വേർഡാണ്. ഡ്രീം ഹൗസ് എന്നാണ് അർത്ഥം വരുന്നത്. സോ നമ്മളൊരു മിനിമലായിട്ട് റിസോഴ്സ് ഒക്കെ യൂസ് ചെയ്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളോട് കൂടിയാണ് ഒരു എൻജോയ്മെന്റ്, ഒരു പ്ലഷർ ആ രീതിയിൽ കൂടി വർക്ക്ഔട്ട് ആവുന്ന ഒരു വീട് എന്നുള്ളൊരു സങ്കല്പത്തിലാണ് നമ്മൾ റവേ കാസ വർക്ക് ചെയ്തത്. ഇത് ഒരു 8 സെന്റ് പ്ലോട്ടിലാണ് നിൽക്കുന്നത്. ടോട്ടലി ഒരു 1000 സ്ക്വയർ ഫീറ്റ് ആണ് ബിൽഡപ്പ് ഏരിയ വരുന്നത്. അതിൽ 2 BHK ആണ്, ഒരു അറ്റാച്ച്ഡും ഒരു കോമൺ ആയിട്ടും. ദെൻ കോമൺ സ്പേസ് സൈസ് വരുന്നത് ടോട്ടലി ഒരു ഓപ്പൺ ആയിട്ടുള്ള ലിവിംഗ്, ഡൈനിങ്, കിച്ചൺ സ്പേസും പിന്നെ ഈ കാണുന്ന പോലെ ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു വരാന്ത നേരെ കോമ്പൗണ്ട് വാളിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. നമ്മുടെ മെയിൻ ഡിസൈനിൽ നമ്മൾ ഫസ്റ്റ് ഉദ്ദേശിക്കുന്ന പോലെ വളരെ മിനിമൽ ആയിരിക്കണം, അതുപോലെ സംതിങ് യൂണീക്ക്. നോർമലി ഒരു കേരള ട്രഡീഷണൽ പെട്ടെന്ന് ഫീൽ ചെയ്യാത്ത രീതിയിലേക്ക് നമുക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. സോ അതാണ് നമ്മളൊരു ടച്ച് ഒരു യൂറോപ്യൻ സ്റ്റൈലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ മാക്സിമം ട്രൈ ചെയ്തത്. അതിൽ മെയിൻ ആയിട്ട് വരുന്നത് നമ്മൾ ഈ ജോയിനറികളുടെ കളർ ഷെയ്ഡ് ഈ കാണുന്ന പോലെ ടോട്ടലി ഒരു പേസ്റ്റൽ ബ്ലൂ കളറിലേക്ക് നമ്മളത് ചൂസ് ചെയ്തു. പിന്നെ മേജർ ആയിട്ട് നമ്മുടെ എലിവേഷന് വരുന്ന ഒരു ഫീലാണ് നമ്മുടെ ക്ലിയർ റൂഫ് ടൈൽസ്. അതും പെൻഡാർക്ക് ഡിസൈൻസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ലാൻഡ്സ്കേപ്പിൽ നോക്കുകയാണെങ്കിൽ വളരെ മിനിമൽ ആയിട്ടുള്ള വർക്ക്സ് തന്നെ ചെയ്തിട്ടുള്ളൂ. ടോട്ടലി നമുക്കൊരു ഇൻഡിപെൻഡന്റ് കാർ പോർച്ച് ആയിട്ടില്ല. മെയിൻലി നമ്മൾ പറയുന്ന കാർ പോർച്ച് ആയിട്ടും അല്ലെങ്കിൽ ഒരു സ്പേസ്, ഒരു ലോൺ സ്പേസ് ആയിട്ടൊക്കെ വരുന്ന സൈഡിൽ നമ്മൾ മെക്സിക്കൻ ഗ്രാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്കി നോർമൽ ആയിട്ട് വരുന്ന എല്ലായിടത്തും നമ്മൾ പേൾ ഗ്രാസ് യൂസ് ചെയ്തു. നമ്മൾ മെയിൻ ആയിട്ട് റവേ കാസിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ഈ പൂള് തന്നെയാണ്. അറൌണ്ട് 6 മീറ്റർ ബൈ 3 മീറ്റർ ആണ് പൂളിന്റെ സൈസ് വരുന്നത്. ആക്ച്വലി കോസ്റ്റ് കുറയ്ക്കുക, അതുപോലെ തന്നെ ബിൽഡിങ്ങിന് മൂഡായിട്ട് മാച്ചായി പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്ച്വലി ടൈൽസിന് പകരം ഇവിടെ ഓക്സൈഡ് പ്ലാസ്റ്ററിംഗ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫുഡിന്റെ ഫിൽട്രേഷൻ നമ്മൾ ഈ ലോൺ ഏരിയയിൽ തന്നെ ഒരു ഡെക്കായിട്ട് കൺസിഡർ ചെയ്യുന്ന പോലെ നമ്മളൊരു RCC പിറ്റ് എടുത്ത് ഫുഡ് ടോട്ടൽ ഫിൽട്രേഷൻ എല്ലാം അതിൽ ഹൈഡ് ചെയ്യുന്ന രീതിയിൽ ചെയ്തു. നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ജോയിനറിൽ മാക്സിമം റീയൂസ് ചെയ്തിട്ടുള്ള വുഡ്സ് ആണ്. സോ അതിനെല്ലാം ഡിഫറെന്റ് കളർ പാറ്റേൺസ് ആയിരിക്കും. അപ്പോൾ നമുക്കൊരിക്കലും നമുക്കത് പോളിഷ് ചെയ്ത് ഒരു കളർ ഗ്രേഡ് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയും കൂടി നമ്മൾ മൈൻഡിൽ വെച്ചിട്ടാണ് കളർ ഷെയ്ഡ് ചൂസ് ചെയ്തത്. 3-4 ഷെയ്ഡെല്ലാം പരീക്ഷിച്ച് നമുക്ക് ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ആക്ച്വലി തീമിന് മാച്ച് ആയിട്ടുള്ള ഒരു കളർ നമ്മൾ സെലക്ട് ചെയ്യുക. ടോട്ടലി വിൻഡോസ്, ഡോസിനെല്ലാം നമ്മൾ ഈ ഒരു പേസ്റ്റൽ ബ്ലൂ കളറിലേക്ക് പോയി ബാക്കി മൂവബിളായിട്ടുള്ള കുറച്ച് ഫിക്സഡ് ആയിട്ടുള്ള ഫർണിച്ചേഴ്സിന് മാത്രം വുഡൻ്റെ ഷെയ്ഡായിട്ട് മാത്രം നിർത്തി. ദെൻ മെയിൻ ഡോറും നമ്മുടെ ഈ ഒരു പടിപ്പുര ഡോറും മാത്രം ഒരു മെയിൻ ഒരു ആർക്ക് ഡിസൈൻ നമ്മൾ കൊണ്ടുവന്നു. ബാക്കി സിറ്റിങ്സും കാര്യങ്ങളൊക്കെ സിറ്റ് ഔട്ടിൽ തിന്ന പില്ലർ ഇതൊക്കെ നമ്മൾ റീഫർണിഷ് ചെയ്ത മെറ്റീരിയൽസ് തന്നെയാണ്. അതെല്ലാം നമ്മൾ വുഡൻ്റെ ഷെയ്ഡിലായിട്ട് നിർത്തും. ഇനി നമ്മൾ ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിലും മാക്സിമം ഇതുപോലെ തന്നെ എല്ലാ ഫർണിച്ചേഴ്സും നമ്മൾ വേണമെങ്കിൽ റീഫർണിഷ് ചെയ്ത് യൂസ് ചെയ്ത് തന്നെയാണെന്ന് പറയാം. TV യൂണിറ്റിൻ്റെ കബോർഡ് ആണെങ്കിലും കിച്ചൻ്റെ കബോർഡ്സ് ആണെങ്കിലും എൻറ്റയർ നമ്മളൊരു കിച്ചണിൽ നമുക്ക് കിട്ടിയ മെറ്റീരിയൽസ് അതേപടി ജസ്റ്റ് പോളിഷ് ചെയ്ത് നോബ്സ് മാത്രം മാറ്റി നമ്മൾ ചേഞ്ച് ചെയ്ത് വെക്കുമായിരുന്നു. ഡൈനിങ് ടേബിൾ ചെയ്തിരിക്കുന്ന ഒരു ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അതുപോലെ സ്പേസ് അത്യാവശ്യം സേവ് ചെയ്യാനും അതുപോലെ ഒരു യൂണീക്ക് ആയിട്ടുള്ള ഒരു ഫീച്ചർ. ഇന്റീരിയറിലെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ഈ ഡൈനിങ് ടേബിളിന്റെ ചെയറാണ്. അത് നമ്മൾ ആ പേസ്റ്റൽ ബ്ലൂ കളറിലേക്ക് തന്നെ ഓക്സൈഡ് പ്ലാസ്റ്ററിങ്ങിലൂടെ നമുക്ക് എടുക്കാൻ പറ്റി. ഡൈനിങ് ടേബിൾ നിർത്തിയിരിക്കുന്ന ഒരു സിംഗിൾ വുഡായിട്ട് ഇൻബിൽഡ് ആയിട്ട് നമുക്ക് അതിനോട് അറ്റാച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ പ്ലേസ് ചെയ്യാൻ പറ്റി. ബാക്കി നമുക്ക് ബെഡ്റൂം ആണെങ്കിൽ വളരെ മിനിമൽ ആയിട്ടുള്ള ഫർണിഷിംഗ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിൽ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റും കൊടുത്തിരിക്കുന്നു. ഒരു ബെഡ്റൂമിൽ നമ്മൾ ഇതേപോലെ പണ്ടത്തെ ഗോവണി അതെല്ലാം റീയൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കാണുന്ന രീതിയിലുള്ള ഒരു വാർഡ്രോബ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഓപ്പൺ ഷെൽഫായിട്ട് കൺവേർട്ട് ചെയ്യായിരുന്നു. ടോട്ടൽ നമ്മൾ ഈ പ്രൊജക്ട് തുടങ്ങുമ്പോൾ നമുക്കൊരു നിശ്ചിത ബഡ്ജറ്റ് എന്നുള്ള ഒരു കൺസേണിലല്ല നമ്മൾ തുടങ്ങിയത്. ഏറ്റവും മിനിമലായിട്ട് നമുക്ക് എങ്ങനെ തീർക്കാം എന്നുള്ള രീതിയിലായിരുന്നു. ബട്ട് ഇതിന്റെ കണ്ടീഷനിൽ മെയിൻലി നമുക്ക് ഫൗണ്ടേഷൻ അത്യാവശ്യം പ്രൈസിങ്ങും കാര്യങ്ങളും വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ടോട്ടൽ കോസ്റ്റ് നമുക്ക് 30 ലാഖിനടുത്താണ് നമുക്ക് വന്നിരിക്കുന്നത്.